ഉടയവന്റെ പാത്രത്തിനകത്തു നിന്നും വേറെ ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു ഫ്രഷ് പീസ് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഈ വചനത്തിലൂടെ പ്രവചിക്കുന്നു. ഇന്ന് പകൽ ഉടയവന്റെ മേശയിൽ നിന്ന് ചിലത് നിന്റെ ഭവനത്തിലേക്ക് വരും. ഉടയവന്റെ മേശയിൽ നിന്ന് ചിലത് സഭയിലേക്ക് വരും. ഉടയവന്റെ മേശയിൽ നിന്ന് ചിലത് അത് സൗഖ്യമായി, വിടുതലായി, നന്മയായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. You never disgraced, you never discouraged. അതൊരു ട്രസ്റ്റാ. ഈ വീട്ടില് പലരും ഉണ്ടെങ്കിലും പട്ടിക്ക് നായ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഒരാൾ വീട്ടിൽ കാണും. വീട്ടിലെ ചിലപ്പോൾ അമ്മയായിരിക്കാം, അല്ലെ അച്ഛനായിരിക്കാം. ചില പിള്ളേർ തിരിഞ്ഞു നോക്കില്ല, ചില പിള്ളേരായിരിക്കാം. അതിനാരാണോ ഫുഡ് കൊടുക്കുന്നത്, വീട്ടിൽ പല ഒച്ചകളും പല ബഹളങ്ങളും ആ പട്ടി കേൾക്കുന്നുണ്ട്, നായ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന് വിശക്കുന്ന സമയത്ത് ഇങ്ങനെ അനക്കമൊന്നും, വീട്ടിൽ അനക്കമൊന്നും ഇങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ അതിന് ഫുഡ് കൊടുക്കുന്നവൻ്റെ ഒച്ച വീട്ടിൽ കേട്ടാൽ, ആ വ്യക്തിയുടെ കാറ് വന്നാൽ, സൈക്കിള് വന്നാൽ, ബൈക്ക് വന്നാൽ ഈ പട്ടി പതിയെ കരച്ചിൽ തുടങ്ങും. കാരണം ആ കരയുന്ന എന്നാന്നറിയോ? അവനറിയാം, ഇപ്പം ഞാൻ കരയുമ്പോൾ എൻ്റെ ഉടയവൻ എൻ്റെ അടുത്ത് വരും. എന്നെ കൈവിടാത്തൊരു ഉടയവൻ എനിക്കുണ്ട്. ഞാൻ കരഞ്ഞാൽ എൻ്റെ വിശപ്പ് കണ്ടില്ലെന്ന് നടിക്കാത്ത, എൻ്റെ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കാത്ത, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് നടിക്കാത്ത ഒരുത്തൻ എനിക്കുണ്ട്. തിരുവെഴുത്തിലൂടെ പറയുന്നു, ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കിന്റെ പ്രത്യേകത, ആ ഒരു പീസില്ലേ, ആ ഒരു അപ്പനുറുക്ക് ഇതിന് മുൻപും ഒരാൾക്ക് കൊടുത്തിട്ടില്ല, ഇതിന് ശേഷവും ഒരാൾക്ക് കിട്ടില്ല. ഇത് നിനക്ക് മാത്രമുള്ളതായിരിക്കും. ഇത് കേട്ടിട്ട് ശോമശിക തമ്പുരാൻ പറയുകയാണ് അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. നീ ചോദിച്ചത് മാത്രമല്ല മോളെ, നീ എന്നോട് പറഞ്ഞത് മാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ, നിന്റെ ഇഷ്ടങ്ങളെല്ലാം തന്നെ സാധ്യമാകട്ടെ. നിനക്ക് വേണ്ടി മാത്രം ചിലത് ചെയ്യാൻ ഉടയ തമ്പുരാൻ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.